പണ്ടൊരു ആട്ടിടയൻ ആടുകളെയും കൊണ്ട് ആട് മേയ്ക്കാൻ പോവും. പോകുന്ന സമയത്ത് അയാൾക്കൊരു ബുദ്ധി തോന്നും. വെറുതെ കുറേ ആൾക്കാരെ പറ്റിക്കാമെന്ന്. അങ്ങനെ അയാള് പുലി വരുന്നേ വരുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവും. അങ്ങനെ പുലി വരുന്നേ വരുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്നുണ്ട് ആൾക്കാർ വന്ന് നോക്കുമ്പോൾ പുലിയുമില്ല ഒന്നുമില്ല. ഇയാൾ പറ്റിച്ചതാണ്. ഈ പരിപാടി അയാൾ തുടർച്ചയായിട്ട് 2, 3 തവണ ചെയ്തപ്പോൾ ആൾക്കാർ ഈ 3 തവണ വന്നു. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇയാൾ ലോക ഉടായിപ്പാണ്. ഇയാൾ ഇനി വിളിച്ചു കൂവിയാൽ പോയി വെറുതെ നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല എന്ന്. ഈ കഥ നിങ്ങളെല്ലാവരും കേട്ടതാണ്. അല്ലേ? കേൾക്കാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ മലയാളികൾക്കിടയിൽ. അങ്ങനെ ഒരിക്കൽ യഥാർത്ഥത്തിൽ പുലി വന്നപ്പോൾ ഇയാൾ അലറിക്കൂവി വിളിച്ചു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, അന്നത്തെ പുലിയുടെ ഡിന്നർ ആയിരുന്നു ഇയാൾ. ബിഗ് ബോസിനകത്ത് ഞാൻ ലൈവിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇന്ന് വെറുതെ ഒരു നാടകം റെന ഫാത്തിമ അവിടെ നടത്തി. അതായത് അനീഷുമായിട്ട് ടാസ്കിന്റെ ഭാഗമായിട്ടുണ്ടായ തർക്കം, 1-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കത്തിൽ അനീഷ് ഇരുന്ന സിംഗിൾ പീസ് സോഫയുടെ ഭാഗം അയാൾ നീക്കിയിട്ട് ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ റെന ഫാത്തിമ തന്നെയാണ് കാല് വെച്ച് അയാൾ അവിടെ ഇരിക്കാതിരിക്കാനായിട്ട് അതിനെ തടഞ്ഞു വെച്ചത്. എന്നിട്ട് അയാൾ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ വെറുതെ തൻ്റെ കാലിൽ അത് കയറ്റി വെച്ചു എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഒച്ചയിട്ട് കരഞ്ഞു വിളിക്കുന്നുണ്ടായിരുന്നു. കരച്ചിൽ നാടകം എന്ന് തന്നെയാണ് അനീഷ് അതിനെ വിശേഷിപ്പിച്ചത്. നാടകം കളിക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ റെന ഫാത്തിമ ചുമ്മാ ചിരിച്ച് ആ അനീഷ് പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിച്ചു. നാടകമാണ് കളിച്ചത് എന്ന് സ്ഥാപിച്ചു. സാബുവുമായിട്ടുണ്ടായ വഴക്ക് ഈ റെന തന്നെ പോയി ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ആള് തന്നെ കരയുകയും ചെയ്തു. അപ്പോൾ കരച്ചിൽ കാർഡ് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് സീരിയസ് ആയിട്ടൊരു വിഷയത്തിൽ റെന കരഞ്ഞാലും അതൊരു നാടകമാണോ എന്ന് നമ്മൾ കരുതും. എന്ന് വെച്ചാൽ അവർക്ക് ആത്മാർത്ഥമായ ഒരു വിഷയത്തിൽ ഹേർട്ടായി, ആള് കരയാണ്. അപ്പോഴും നമുക്ക് തോന്നും ഇത് പുള്ളിക്കാരുടെ നാടകമാണ്, കാർഡാണെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിലുള്ള സങ്കടങ്ങൾ പോലും നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ബിഗ് ബോസിനകത്ത് നാടകങ്ങൾ കളിക്കാതിരിക്കുന്നതാണ് നല്ലത്. റിയൽ ആയിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഇമോഷൻസ് വരട്ടെ. അത് കരച്ചിലായാലും ദേഷ്യമായാലും എന്ത് തന്നെ ആണെങ്കിലും. അല്ലാതെ എന്തിനാണ് വെറുതെ നാടകം കളിക്കുന്നത്? കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.